ശംഖനാദം മുഴങ്ങിയതോടെ കോവിലിൽ പൂരം എഴുന്നള്ളത്ത് തുടങ്ങുകയായി. മൂന്നാനപ്പുറത്തുള്ള എഴുന്നള്ളത്താണ്. രുധിരകാളി ഭഗവതി പുറത്തിറങ്ങുന്നു. ചെണ്ടയിൽ അസുരതാളത്തിന്റെ നാന്തി ജ്വലിച്ചുയർന്നതോടെ ജനക്കൂട്ടം കോവിലിന് നേരെ നീങ്ങി. വാണിഭശാലകളിൽ തൽക്കാലത്തേക്ക് ആളൊഴിഞ്ഞു. ഹുസൈൻ റാവുത്തർ പതിയെ വാണിഭശാലയുടെ പുറത്തേക്കിറങ്ങി. അദ്ദേഹം ആ അമ്പല പരിസരം ദീർഘമായ ഒരു ശ്വാസത്തോടെ വീക്ഷിച്ചു. എന്തൊക്കെയോ കറുത്ത ഓർമ്മകൾ കാലുഷ്യം പോലെ തന്നെ പൊതിയുന്നത് ഹുസൈൻ റാവുത്തർ അറിഞ്ഞു. അതിനെയൊക്കെ ഉള്ളിലേക്ക് ആവാഹിച്ച് അദ്ദേഹം പൂരക്കൊട്ടിലിന് നേരെ നോക്കി. ഇനി പൂരത്തിന്റെ മേളപ്പെരുക്കലാണ് കോവിലിൽ അരങ്ങേറുന്നത്. ഹുസൈൻ റാവുത്തറുടെ ചുവടുകൾ മെല്ലെ പൂരക്കൊട്ടിലിന് നേരെ ചലിച്ചു. പഞ്ചാരിമേളം കൊട്ടിക്കയറുകയാണ്. താളം പിടിച്ചുകൊണ്ട് നാട്ടുകാരണവരായി സത്യവ്രതൻ നമ്പൂതിരി മുന്നിലുണ്ട്. തൊട്ടടുത്ത് വല്യാറ ഗോവിന്ദൻ കൗശലം നിറഞ്ഞ കണ്ണുകൾ ചുറ്റുമുള്ള എല്ലാവരിലേക്കും പായിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സത്യവ്രതന്റെ ഭാര്യ ഭഗീരഥി തമ്പുരാട്ടിയും മകൾ രുക്മിണിയും വല്യമ്മയും കൊച്ചമ്മയും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം പ്രത്യേകം കിട്ടിയ പന്തലിലിരുന്ന് പൂരം കാണുന്നുണ്ട്. അവർക്കരികിലായി ഗോവിന്ദന്റെ ഭാര്യ സുധാമണിയും പരിചാരികകളുമുണ്ട്. പൊടുന്നനെ തിടമ്പെഴുന്നള്ളിച്ച് നടുക്കുഭാഗത്തായി നിൽക്കുന്ന ആന ശക്തമായി ഒന്നിളകി. പിന്നെ അതിന് ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു. മുന്നിൽ നിന്ന പാപ്പാനെ അത് തോണ്ടി ദൂരേക്കെറിഞ്ഞു. ആന ഇടഞ്ഞതോടെ ആൾക്കൂട്ടം 4 ദിക്കിലേക്കും പരക്കം പാഞ്ഞു. ഹുസൈൻ റാവുത്തർ മാത്രം ഇളകാതെ പിന്നിൽ കൈകൾ കെട്ടി നിന്ന ഇടത്ത് നിന്നു. മദമിളകിയ ആന പൂരക്കൊട്ടിൽ ഇളക്കി പറിക്കാൻ തുടങ്ങി. സത്യവ്രതൻ നമ്പൂതിരി കയ്യിലെ വടി നീട്ടി ആജ്ഞാപിച്ചു, "അടങ്ങാനേ, നിന്നോടാണ് പറഞ്ഞത് അടങ്ങാൻ." ആനയെ അടക്കാൻ അതൊന്നും മതിയാവില്ലായിരുന്നു. കോപാകുലനായ സത്യവ്രതൻ നെഞ്ചിൽ തൂങ്ങിയാടുന്ന സ്വർണ ഏലസ് കൂട്ടിപ്പിടിച്ച് കണ്ണുകളടച്ചു. മാതങ്കി മന്ത്രം ജപിച്ചു. ആന ദീനമായി ഒന്ന് നിലവിളിച്ചു. പക്ഷേ 7 നിലകളിലായി ജ്വലിച്ചുകൊണ്ടിരുന്ന കൽവിളക്ക് തട്ടിത്തെറിപ്പിച്ചുകൊണ്ടായിരുന്നു ആന അതിന് പകരം വീട്ടിയത്. കൽത്തട്ടുകളിലൊന്ന് സത്യവ്രതനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പാഞ്ഞുപോയി ദൂരെ വീണുടഞ്ഞു. മത്തുപിടിച്ച ആ ഗജവീരൻ മുന്നോട്ട് പാഞ്ഞെടുത്തു. അതിനെ തടഞ്ഞു നിർത്താനാവുന്നില്ല. ഒരു ചെറിയ കുഞ്ഞിന്റെ അലറിക്കരച്ചിൽ കേട്ടു. സത്യവ്രതൻ നോക്കിയപ്പോൾ ഒരു യുവതി കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ആ കൊലയാനയുടെ മുന്നിൽ നിന്നും ഓടി മാറാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. അയാൾ ഉറക്കെ വിളിച്ചു, "അടങ്ങാനേ!" സത്യവ്രതൻ നമ്പൂതിരിയും ജനക്കൂട്ടവും നോക്കി നിൽക്കെ ആ യുവതി കുഞ്ഞിനെയും കൊണ്ട് ഓട്ടത്തിനിടെ കാലിടറി വീണു. ഭ്രാന്ത് പിടിച്ച ആന നിലത്ത് വീണ് കിടക്കുന്ന അവർക്ക് നേരെ കലിയോടെ പാഞ്ഞെടുത്തു. അതിവേഗം കുതിച്ചു വരുന്ന അതിന്റെ വെളുത്ത കൂറ്റൻ കൊമ്പുകൾ തീവെട്ടി വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുന്നത് സത്യവ്രതൻ നടുക്കത്തോടെ കണ്ടു. യുവതിയുടെയും കുഞ്ഞിന്റെയും കരച്ചിൽ അയാളുടെ കാതുകളിൽ താഠനം പോലെ വന്നു പതിച്ചു. ചുറ്റുപാടു നിന്നും ഉയർന്നുകൊണ്ടിരുന്ന അലമുറകൾ കൂട്ട നിലവിളിയായി മാറി. പക്ഷേ ആ അമ്മയെയും കുഞ്ഞിനെയും കുത്താനാഞ്ഞ മതയാന പൊടുന്നനെ ഒന്നു നിന്നു. അവന്റെ ദൃഷ്ടികൾ നേരെ മുന്നിലേക്ക് നീണ്ടു. പിന്നെ അതീവ ശാന്തനായി പിന്മാറി. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ സത്യവ്രതൻ അമ്പരന്നു. കൊലവിളിയോടെ പാഞ്ഞെടുത്ത ആന തന്റെ നിയന്ത്രണത്തിൽ പോലും നിൽക്കാതെ ആ അമ്മയെയും കുഞ്ഞിനെയും ചവിട്ടി മെതിച്ചേനെ. പക്ഷേ അവൻ ശാന്തനായി പിൻവാങ്ങിയിരിക്കുന്നു. ജനക്കൂട്ടം അത്ഭുതകരമായ നിശബ്ദതയോടെ ആ രംഗം കണ്ടുനിന്നു. തെല്ലകലെ നിന്നും ഹുസൈൻ റാവുത്തർ ഒരു ചെറുപുഞ്ചിരിയോടെ തിരികെ നടന്നു. ഭണ്ഡാരത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഗോവിന്ദൻ പുറത്തേക്ക് വന്ന് ഉറക്കെ പറഞ്ഞു, "അമ്മയുടെ കൃപ! രുധിരകാളിയമ്മ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു." "അതെ, രുധിരകാളിയമ്മയുടെ കൃപയാണത്. അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് മതയാന അടങ്ങിയത്." സത്യവ്രതനും അതുതന്നെ പറഞ്ഞു. ജനങ്ങളും അത് ആവർത്തിച്ചു. അവർ ഭക്തിപുരസ്സരം ദേവിയെ താണു തൊഴുതു. "അമ്മേ മഹാമായേ, ഈ മക്കളെ എക്കാലവും കാത്തുകൊള്ളണേ." കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ്, അന്നേ ദിവസം രാവിലെയാണ് ഹുസൈൻ റാവുത്തറും സംഘവും നെടുമ്പാലയിലെത്തുന്നത്. അവർ 4-5 പേരുണ്ട്. "എന്താ അവിടെ? ആരാ നിങ്ങള്?" "വരത്തമാരാണല്ലോ." "ഞങ്ങൾ വെള്ളി വിൽക്കവன்ற വ്യാപാരികൾ." "അതൊന്നും ഇവിടെ പറ്റത്തില്ല." കലൈപ്പാണ്ടി കണ്ണിനാൽ എന്തോ ആംഗ്യം കാണിച്ചു ശിലംബരശനെ. അയാൾ മടിശീലയിൽ നിന്നും ഒരു കിഴി പണമെടുത്ത് ഗോവിന്ദന് നേരെ നീട്ടി. "ഇത് എങ്ങളുടെ മിരന്ത് കിടക്ക പരിസ്. ഇത് ഇരവൻ ഏറ്റുകൊള്ള വേണ്ടും." അത് കണ്ട് ഗോവിന്ദന്റെ കണ്ണൊന്ന് മഞ്ഞളിച്ചു. എന്നിട്ട് ഗോവിന്ദൻ അവരെ നോക്കി, "ശരി അണ്ണാച്ചി,
പക്ഷെ തറവാടക ദിവസവും തോറും കൃത്യമായി ഇവിടെ എത്തണം. തമ്പുരാനോട് ഞാൻ പറഞ്ഞോളാം. ശരി അമ്പ്ര. ശിലംപരശനും കലൈപ്പാണ്ടിത്തേവരും ആശ്വാസത്തോടെ തൊഴുതു നീങ്ങി. നടന്നു നീങ്ങുന്ന അവരെ നോക്കി ഗോവിന്ദൻ ചൂഴ്ന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. പൊടുന്നനെ അയാളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കറുത്ത പല്ലി ഇടത്തെ തോളിൽ വീണു. അയാൾ അറപ്പോടെ അതിനെ കുടഞ്ഞെറിഞ്ഞു. ആപത്താണല്ലോ ഭഗവതി, അയാളുടെ മനസ്സ് മന്ത്രിച്ചു. ആ സമയം ഇലഞ്ഞിക്കുറിശി മനയുടെ മുകളിൽ ആപത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കടവാവലുകളുടെ കൂട്ടം വട്ടമിട്ടു പറന്നു. പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും വയലുകളിൽ വർത്തക സംഘത്തിന്റെ കൂടാരങ്ങൾ ഉയർന്നിരുന്നു. പാതയ്ക്ക് അഭിമുഖമായി കെട്ടിയുയർത്തിയ താൽക്കാലിക വാണിഭശാലകളിൽ ഏറ്റവും മുന്തിയ വെള്ളി ആഭരണങ്ങൾ നിരന്നു. നെടുമ്പാല ഗ്രാമത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ആളുകൾ കൂട്ടം കൂട്ടമായി ഒഴുകിയെത്തി. ആനയിടഞ്ഞുണ്ടായ നാശനഷ്ടങ്ങൾ കോവിലധികാരികൾ അതിവേഗം തന്നെ പരിഹരിച്ചു. സത്യവ്രതൻ നമ്പൂതിരിയും ഗോവിന്ദനും ഏതാനും ശിങ്കിടികളും പൂരപ്പറമ്പിലെ കാഴ്ചകൾ ചുറ്റി നടന്ന് കാണാനിറങ്ങി. ആനയിടഞ്ഞതൊക്കെ ജനം മറന്നു അല്ലേ ഗോവിന്ദ? അതേ തമ്പ്ര, എല്ലാ ദുരന്തത്തെയും ഒരു സന്തോഷം അങ്ങ് മറച്ചു കളയും തമ്പ്ര. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ആളുകൾ ഇത്തവണ കൂടുതലുണ്ട്. ജനം പെറ്റുപെരുകയല്ലേ തമ്പ്ര. കുടുംബസമേതമാണ് നാട്ടുകാർ രുധിരകാളിയുടെ കാവൂട്ടുത്സവം കാണാനെത്തുന്നത്. പൂരപ്പറമ്പിലെ വാണിഭങ്ങൾ സജീവമായി. ഇത്തവണ തിരക്ക് വെള്ളിയാഭരണങ്ങൾ വിൽക്കുന്ന വർത്തക സംഘങ്ങളുടെ കൂടാരങ്ങളിലാണെന്ന് മാത്രം. കാരണം നെടുമ്പാലക്കാർ അത്തരം വെള്ളിയാഭരണങ്ങൾ ആദ്യമായി കാണുകയാണ്. സത്യവ്രതനും ഗോവിന്ദനും അമ്പരപ്പോടെ അവിടേക്ക് നോക്കി. ഗോവിന്ദ, വരത്തൻ മേത്തന്റെ കടയിലാണോ തിരക്ക് മുഴുവൻ? അവനിവിടെ നിന്നും കുറെ ചക്രം ഉണ്ടാക്കുന്നുണ്ട്. തറവാടക കൂട്ടി പറയണമായിരുന്നു. അതിനിയും പറയാലോ തമ്പ്ര. സത്യവ്രതനും ഗോവിന്ദനും ആ തിരക്ക് വീക്ഷിക്കുന്നതിനിടെ ഗോവിന്ദൻ തന്റെ ഭാര്യയെ ആൾക്കൂട്ടത്തിനിടയിൽ കണ്ടുപിടിച്ചു. അവരെ സത്യവ്രതനും കണ്ടു. നിന്റെ ഭാര്യ സുധാമണിയും ബാല്യക്കാരികളും അല്ലയോടാ അത്? അതേ തമ്പ്ര. ഗോവിന്ദന് ദേഷ്യം വന്നു. അതിന് നീ പല്ല് കടിക്കുന്ന എന്തിനാ? കണ്ട വഴിവാണിഭക്കാരുടെ വായി നോക്കി പൂരപ്പറമ്പിൽ തെണ്ടി നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ തമ്പ്രാനെ അവളോട്. പെണ്ണുങ്ങളല്ലേ, ആഭരണങ്ങൾ കണ്ടാൽ അവർക്കൊരു പൂതിയുണ്ടാവും. ഒരു പെട്ടി നിറയെ സ്വർണ്ണാഭരണം ഉണ്ടല്ലോ അവൾക്ക്. പിന്നെ എന്തിനാ ഈ വെള്ളി? വെള്ളിക്ക് വെള്ളി തന്നെ വേണം. ചില ആഭരണങ്ങൾക്ക് വെള്ളിയാ ചേല്. നല്ല വെള്ളി പാദസരം പെണ്ണുങ്ങളുടെ കാലേ കിടന്ന് ചിണുങ്ങുന്നത് കേൾക്കാനും കാണാനും നല്ല ചേലല്ലേ ഗോവിന്ദ. ഗോവിന്ദൻ അത് കേൾക്കാൻ നിൽക്കാതെ ഭാര്യയുടെ അടുത്തേക്ക് നടന്നു. അയാളുടെ ഭാര്യ സുധാമണിയുടെ മുന്നിൽ ഹുസൈൻ റാവുത്തർ ഒരു ചില്ലുപെട്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. അതിൽ ചുവന്ന പട്ടുറുമാൽ വിരിച്ച് വെട്ടിത്തിളങ്ങുന്ന വെള്ളിയാഭരണങ്ങൾ നിരത്തിയിരിക്കുന്നു. സുധാമണി അതിസുന്ദരമായ ചിത്രപ്പണികളുള്ള ഒരു മിഞ്ചിയുടെ ഭംഗി നോക്കി. സുധാമണി! ഗോവിന്ദൻ ശബ്ദമുയർത്തി. സുധാമണിയും ബാല്യക്കാരികളും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവളുടെ മുഖം വിളറി. എങ്കിലും കച്ചവടക്കാരന്റെ മുന്നിൽ അവൾ സന്തോഷം അഭിനയിച്ചു. ദേ ഇത് നോക്കൂ, എന്ത് ഭംഗിയാണിതിന്. നമ്മുടെ രാജ്യത്ത് ഇത്തരമൊന്നും കിട്ടില്ല. ഇത് നല്ല ഗുണമുള്ള പണിത്തരമാണ്. ഗോവിന്ദനും കോപം ഒന്നടക്കി. അയാൾ ആ മിഞ്ചിയെ സൂക്ഷിച്ചു നോക്കി. കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് മനോഹരമാണത്. ഹുസൈൻ റാവുത്തർ ഗോവിന്ദനെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്നു. ഗോവിന്ദൻ പൊടുന്നനെ റാവുത്തറുടെ മുഖത്തേക്ക് നോക്കി. പരുഷമായ ശബ്ദത്തിൽ ചോദിച്ചു, പറഞ്ഞ പോലെ ഇതൊക്കെ ഗുണമുള്ളതാണോടാ, അതോ പെണ്ണുങ്ങളെ പറ്റിക്കാനുള്ള അടവുകളോ? അമേതി അമേതി തമ്ര. ഹുസൈൻ റാവുത്തർ തെല്ലൊരു പരിഹാസ ശബ്ദം പുറപ്പെടുവിച്ചു. തമ്ര, ഇത് ഉലകിൽ മികച്ചിരുന്ന വെള്ളി. വേറെ എങ്കും സിറந்த വെള്ളിയെ നിങ്ങൾ കാണ മുടിയാതെ. സുധാമണിക്ക് അയാളുടെ ഭാഷ മനസ്സിലായില്ലെങ്കിലും അവൾ അതിനെ അനുകൂലിച്ച് ഭർത്താവിന് നേരെ തലയാട്ടി. മാത്രമല്ല ഹുസൈൻ റാവുത്തറെ ആരാധനയോടെ ഒന്ന് നോക്കുകയും ചെയ്തു. ഗോവിന്ദൻ ഇരുത്തിയൊന്ന് മൂളി. ഹുസൈൻ റാവുത്തർ അയാളെ നോക്കി. ഗോവിന്ദന്റെ വലത്തെ കൺതടം പൊടുന്നനെ തുടിച്ചു. അയാളുടെ ചങ്കിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയതുപോലെ തോന്നി. ദുർനിമിത്തം. നീ എന്താണെന്ന് വെച്ചാ ചെയ്യേ. ഗോവിന്ദൻ സുധാമണിയോട് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അതിവേഗം പിന്തിരിഞ്ഞു നടന്നു. നെടുമ്പാലയിലെ ഒരേ ഒരു സ്വർണ്ണപ്പണിക്കാരനും വെള്ളിപ്പണിക്കാരനുമായ തട്ടാൻ കരുവാലന്റെ ശുഷ്കമായ കലാവിരുതുകൾ മാത്രമുള്ള, ആകൃതിയോ ഭംഗിയോ ഇല്ലാത്ത ആഭരണങ്ങൾ കണ്ടുമടുത്ത ജനങ്ങൾക്ക് കണ്ണിനൊരു വലിയ വിരുന്നായിരുന്നു ഹുസൈൻ റാവുത്തറും സംഘവും കൊണ്ടുവന്നിരിക്കുന്ന ശില്പചാരുതയാർന്ന വെള്ളിയാഭരണങ്ങൾ. അതും ലോകത്തിലെ ഏറ്റവും ഗുണമേന്മയുള്ള വെള്ളിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ വാണിഭശാലയിൽ വലിയ ജനക്കൂട്ടമായിരുന്നു.
ഉത്സവത്തിന്റെ 3-ാം ദിനം വൈകുന്നേരമാകുന്നതേയുള്ളൂ. കച്ചവടത്തിന്റെ തിരക്ക് വരുന്നതേയുള്ളൂ. ഹുസൈൻ റാവുത്തർ വാണിഭശാലയുടെ പുറത്തിറങ്ങി ഏതാനും വാരം നടന്നു. അല്പമകലെ ചെറിയൊരാൾക്കൂട്ടം കണ്ടു. അദ്ദേഹം അങ്ങോട്ട് നടന്നു. ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കാം. ആളുകൾ അവരെ എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട്. ഹുസൈൻ റാവുത്തർ ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി അടുത്തേക്ക് ചെന്നു. 5-6 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അതിൻ്റെ അമ്മയുടെ മടിയിൽ വാടിയ ചേമ്പിൻ തണ്ട് പോലെ കിടക്കുന്നുണ്ട്. അതിൻ്റെ വായിൽ നിന്ന് നുരയും പതയും വരുന്നു. യുവതിയായ അമ്മ പരിസരം മറന്ന് മാറത്തടിച്ച് കരയുകയാണ്. എൻ്റെ മോളെ, കണ്ണു തുറക്കടി, നിനക്കെന്താ പറ്റിയേ? കണ്ണു തുറക്കുമോളെ. ഹുസൈൻ റാവുത്തർ അവരുടെ അടുത്തിരുന്നു. ഇങ്ങ് എന്നെ നടന്നത്? അദ്ദേഹം ചോദിച്ചു. സ്ത്രീ കരഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം അല്പം ശബ്ദമുയർത്തി. നീ അഴുവതെ നിർത്ത്, പിറകെ എന്നെ നടന്നതെന്ന് സൊല്ലുങ്ങൾ. അത് കേട്ട് അവൾ കരച്ചിലടക്കി ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളിവിടെ ഉത്സവത്തിന് വന്നതാ. എൻ്റെ മോള് എല്ലാം സന്തോഷത്തോടെ കണ്ടു നടക്കുമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു. വായിന്ന് ഇതുപോലെ നുരയും പതയും വരുന്നുണ്ട്. വിളിച്ചിട്ട് മോൾ എഴുന്നേൽക്കുന്നില്ല. ഇത് ചുഴലിയല്ലേ? കൂടെ നിന്നവരിൽ ആരോ ചോദിച്ചു. ഹുസൈൻ റാവുത്തർ കുട്ടിയെ പരിശോധിച്ചു. കുട്ടിയുടെ നിറം നീല നിറമായിക്കൊണ്ടിരിക്കുന്നു. ശ്വാസഗതിയും പതിയെയാണ്. അദ്ദേഹം നിഷേധാർത്ഥത്തിൽ തലയാട്ടി. இந்த കുളന്തയ്ക്ക് വിഷബാധൈ, പാമ്പ് കടിത്തത്. അതെ, മികവും വിഷം കൊണ്ട കറുപ്പ് നാഗപ്പാമ്പ് കടിത്തുള്ളത്. ഹുസൈൻ റാവുത്തർ പറഞ്ഞത് കേട്ടപ്പോൾ കുഞ്ഞിന്റെ അമ്മ മാറത്തടിച്ചു നിലവിളിച്ചു, മോളെ, എൻ്റെ മോളെ. അപ്പോഴേക്കും ശിലംബരശനും അവിടേക്കെത്തി. ശിലംബരശനോട് റാവുത്തർ പതിയെ പറഞ്ഞു, പെരിയ വിഷപ്പാമ്പ് കടിത്തത്, ഉയരെ കാപ്പാത്തത് കഠിനം. ഒരു മുരർച്ച സെയ്, ശിലംബരശൻ പറഞ്ഞു. ഹുസൈൻ റാവുത്തർ തലയാട്ടി. അന്ത മണ്ഡപത്തിൽ കുളന്തയെ വെക്കലാം. കലാപരിപാടികൾ നടത്താൻ കെട്ടിയിരിക്കുന്ന മണ്ഡപത്തിലേക്ക് കൈ ചൂണ്ടി റാവുത്തർ പറഞ്ഞു. ശിലംബരശൻ കുട്ടിയെ വാരിയെടുത്ത് മണ്ഡപത്തിലേക്ക് കിടത്തി. കുട്ടിയുടെ അമ്മ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പിന്നാലെ വന്നു. ഒപ്പം ഒരു ചെറിയ ജനക്കൂട്ടവും. ഇത് കണ്ടുകൊണ്ട് ഗോവിന്ദൻ വന്നു. ഇവിടെ എന്താ സംഭവം? ആരോ ഗോവിന്ദനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഗോവിന്ദൻ കുഞ്ഞിനെ നോക്കി. മൂക്കിനടുത്ത് വിരൽ വെച്ച് ശ്വാസം നോക്കി. അയ്യോ, ഇതിന്റെ കാറ്റുപോയി. ഹുസൈൻ റാവുത്തർ അത് കേട്ട് അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി. അതോടെ കുഞ്ഞിന്റെ അമ്മയുടെ നിലവിളി കൂടുതൽ ഉച്ചത്തിൽ ഉയർന്നു. ഒപ്പം മറ്റു സ്ത്രീകളും കരയാൻ തുടങ്ങി. ഹുസൈൻ റാവുത്തർ അക്ഷമയോടെ കൈ ഉയർത്തി പറഞ്ഞു, അമേതി, അമേതി. അദ്ദേഹം കണ്ണുകളടച്ച് എന്തോ ജപിച്ചുകൊണ്ട് കുഞ്ഞിന്റെ കരങ്ങൾ കയ്യിലെടുത്ത് തിരുമുവാൻ തുടങ്ങി. വ അമേതി. ഗോവിന്ദൻ പരിഹാസത്തോടെ അവിടെ നിന്നും പോയി. അയാൾ നേരെ പോയത് സത്യവ്രതന്റെ അടുത്തേക്കാണ്. തമ്പ്രാനെ, അവിടെ ഒരുത്തൻ ഒരു ചത്ത കൊച്ചിനെ ചികിത്സിക്കുന്നു. അയാൾക്ക് മുഴുത്ത ഭ്രാന്താണ്. ആരുടെ കാര്യ ഗോവിന്ദ നീ പറയുന്നത്? ആ വരത്തൻ മേത്തൻ തമിഴനില്ലേ, അവന്റെ കാര്യം തന്നെ. ആര്? ഹുസൈൻ റാവുത്തറോ? അയാൾ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? തമ്പാനിങ്ങ് മണ്ഡപത്തിലോട്ട് വാ, കാഴ്ച കൺകുളിർക്ക കാണാം. ഗോവിന്ദൻ സത്യവ്രതൻ നമ്പൂതിരിയെ ആനയിച്ചു കൊണ്ടുവന്നു. ശിലംബരശൻ ഇതിനോടകം ഹുസൈൻ റാവുത്തറുടെ വെള്ളിപ്പേടകം അവിടെ എത്തിച്ചിരുന്നു. ചില സുഗന്ധ ധൂപങ്ങൾ അവിടെ പുകയുന്നുണ്ടായിരുന്നു. ഭസ്മം കുഴച്ച് കുട്ടിയുടെ ദേഹത്ത് പുരട്ടുന്ന തിരക്കിലായിരുന്നു ഹുസൈൻ റാവുത്തർ. ഇവിടെ എന്താ നടക്കണേ? സത്യവ്രതൻ കടന്നു വന്ന് കുട്ടിയുടെ കൈ പിടിച്ച് നാടി നോക്കി. പിന്നെ മൂക്കിലും കൈവച്ചു നോക്കി. എന്നിട്ട് പ്രഖ്യാപിച്ചു, ഈ കൊച്ചു മരിച്ചുപോയി. ഉഗ്രവിഷമുള്ള കരിമൂർഖനാ കടിച്ചത്. അത് കടിച്ചാൽ 8 വിനാഴിക പിന്നിടില്ല. ഇനി ശവദാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. ഹുസൈൻ റാവുത്തർ അയാളെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല. സത്യവ്രതൻ പറഞ്ഞത് ആരും ചെവിക്കൊണ്ടില്ല. കൂടി നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ ഹുസൈൻ റാവുത്തറെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. സത്യവ്രതന് ദേഷ്യം വന്നു. പറഞ്ഞത് കേട്ടില്ലേ? ഹുസൈൻ റാവുത്തർ അതിന് മറുപടിയായി പറഞ്ഞു, നാളെ കാലേ വരെ എനിക്ക് സമയം കൊടുക്കൽ. നാളെ സൂര്യോദയത്തിക്ക് പിറകെ ഇന്റെ കുളന്തയെ അടക്കം ചെയ്യലാം. നാളെ സൂര്യോദയം വരെ എന്തിനാണോ ഈ ശവവും വെച്ച് കാത്തിരിക്കുന്നത്? സത്യവ്രതൻ പരിഹസിച്ചു. നാളെ സൂര്യോദയം വരെ കാത്തിരിക്കാൻ തമ്പ്ര, ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ പറഞ്ഞു. അതെ തമ്പ്ര, അങ്ങനെ തന്നെ ചെയ്യാം. ജനക്കൂട്ടം അതിനെ അനുകൂലിച്ചു. അത് കണ്ട് ഗോവിന്ദൻ സത്യവ്രതന്റെ കാതിൽ പറഞ്ഞു, കണ്ടോ തമ്പ്ര, ജനത്തെ മുഴുവൻ അവൻ കയ്യിലെടുത്തിരിക്കുന്നത്. എന്തായാലും നാളെ സൂര്യോദയം വരെ കാത്തിരിക്കാം. കുഞ്ഞിനെ ഇവൻ ജീവിപ്പിച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാർ ഇവനെ തല്ലിക്കൊല്ലും. നമുക്കത് കാണുന്നതല്ലേ നല്ലത്. സത്യവ്രതൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണല്ലോ എന്ന് തോന്നി. ഉഗ്രമന്ത്രവാദിയായ താൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം വെറും കച്ചവടക്കാരനായ ഇവൻ എങ്ങനെ നടത്താനാണ്?
അയാളുടെ മനസ്സ് വായിച്ച പോലെ ഹുസൈൻ റാവുത്തർ പൊടുന്നനെ സത്യവ്രതനെ ഒന്ന് നോക്കി. സുഗന്ധധൂപങ്ങൾക്കിടയിൽ ദേഹമാസകലം ഭസ്മം പൂശിയ കുഞ്ഞ് നിശ്ചലയായി ശ്വാസം നിലച്ച് മണ്ഡപത്തിൽ കിടന്നു. കരയാനുള്ള ശക്തി പോലുമില്ലാതെ അതിന്റെ അമ്മ കാൽച്ചുവട്ടിൽ തളർന്നു കിടന്നു. ഹുസൈൻ റാവുത്തർ ഒരു കെട്ട് മയിൽപ്പീലി കൊണ്ട് കുഞ്ഞിനെ ഉഴിഞ്ഞ് എന്തോ ജപിച്ചുകൊണ്ടിരുന്നു. ഉത്സവ ചടങ്ങുകളെല്ലാം അപ്പുറത്ത് അരങ്ങേറുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയ ജനക്കൂട്ടം കുഞ്ഞിനെയും ഹുസൈൻ റാവുത്തറെയും ഉറ്റുനോക്കി സൂര്യൻ ഉദിക്കുന്നതുവരെ കാത്തുനിന്നു. രാവ് അതിന്റെ മൂർധന്യത്തിലെത്തി. മീനച്ചൂടിനെ കുളിർപ്പിച്ചുകൊണ്ട് രാത്രിച്ചൂടുള്ള വയൽക്കാറ്റടിച്ചു. തെല്ലകലെ കെട്ടിയിട്ട ആനകളുടെ ചിഹ്നം വിളി കേൾക്കാം. ശുഷ്കമായ ഒരു ജനക്കൂട്ടം ഇപ്പോഴും മണ്ഡപത്തിന് ചുറ്റും കാത്തിരിക്കുന്നുണ്ട്. വെച്ചുവാണിഭക്കാർ കച്ചവടം അവസാനിപ്പിക്കാതെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. തീവെട്ടികൾ മിക്കതും എണ്ണവറ്റി കത്തിത്തീരാറായി. മണ്ഡപത്തിന് ചുറ്റും വെളിച്ചം പകരാൻ ഹുസൈൻ റാവുത്തരുടെ പരിചാരകർ ശരാറാന്തലുകൾ കൊണ്ടുവന്ന് തൂക്കിയിടുന്നുണ്ട്. സത്യവ്രതൻ നമ്പൂതിരി കാര്യങ്ങൾ അറിയാൻ ഗോവിന്ദനെ ചുമതലപ്പെടുത്തിയിട്ട് ഉറങ്ങാൻ പോയി. മണ്ഡപത്തിൽ നിന്ന് തെല്ലുമാറി ഒരു മരക്കസേരയിൽ ഗോവിന്ദൻ കുറേ നേരം ഉറക്കമൊഴിച്ചിരുന്നുവെങ്കിലും ഉറക്കം അയാളുടെ കണ്ണുകളെ ബാധിച്ചു. മണ്ഡപത്തിൽ കുഞ്ഞിനു സമീപം വിരിച്ച നീലയും ചുവപ്പും നിറങ്ങളുള്ള ചിത്രപ്പണികളുള്ള പട്ടുതടുക്കിൽ ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഹുസൈൻ റാവുത്തരുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ഗോവിന്ദനിലേക്ക് പാളി വീണുകൊണ്ടിരുന്നു. അദ്ദേഹം ശിലംബരശനോട് എന്തോ പറഞ്ഞു. ശിലംബരശന്റെ നിർദ്ദേശപ്രകാരം ഒരു പരിചാരകൻ വ്യാളീരൂപം കൊത്തിയ സ്വർണ്ണ നിറമുള്ള പാത്രത്തോടു കൂടിയ വലിയ ഹുക്ക കൊണ്ടുവന്നു. ഹുസൈൻ റാവുത്തർ അതിൽ നല്ല ഇനം ഗൊണ്ടൂർ പുകയില കത്തിച്ചിട്ട് 1-2 പ്രാവശ്യം വലിച്ചു. ഓരോ പ്രാവശ്യം വലിക്കുമ്പോഴും വെള്ളത്തിൽ കുമിളകൾ ഇളകുന്നത് പോലൊരു ശബ്ദമുണ്ടായി. ഹുസൈൻ റാവുത്തർ പരിചാരകനോട് ഗോവിന്ദനെ വിളിക്കാൻ കണ്ണുകൊണ്ട് ഒരു സംജ്ഞ നൽകി. പരിചാരകൻ ചെന്ന് ഗോവിന്ദനെ വിളിച്ചു. തമ്രാൻ! ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്ന ഗോവിന്ദൻ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് ചോദിച്ചു. എന്താ എന്താ എന്തു പറ്റി? അങ്ങേ വരെ സൊന്ന. ആര്? യശ്മ. എന്തിനാ? തെരിയാതെ തമ്ര. പരിചാരകൻ ഭവ്യതയോടെ അത് പറഞ്ഞിട്ട് ഗോവിന്ദന് വേണ്ടി കാത്തുനിന്നു. ഗോവിന്ദൻ ഉറക്കപ്പിച്ചോടെ എഴുന്നേറ്റ് 2ാം മുണ്ട് അന്തരീക്ഷത്തിലൊന്ന് വീശി തോളിലിട്ടു. നീ എന്തിനാ വായും പൊളിച്ച് നിൽക്കുന്നേ? ഞാൻ വന്നോളാം. അത് കേട്ട് പരിചാരകൻ നടന്നു നീങ്ങി. ഗോവിന്ദൻ തെല്ല് സംശയത്തോടെ മണ്ഡപത്തിലേക്ക് ചെന്നു. ഹുസൈൻ റാവുത്തർ ക്ഷണിച്ചു. വരുങ്കൾ തമ്രാൻ, ഇങ്ക വന്നുക്കാറ്. ചിത്രപ്പണികളുള്ള തടുക്കിൽ ഗോവിന്ദന് ഇരിക്കാൻ ഹുസൈൻ റാവുത്തർ സ്ഥലമൊരുക്കി. തന്നെ ബഹുമാനിക്കുന്നത് കണ്ടപ്പോൾ ഗോവിന്ദനും സന്തോഷം തോന്നി. അയാൾ മണ്ഡപത്തിലേക്ക് കയറി ഹുസൈൻ റാവുത്തറുടെ സമീപം തടുക്കിലിരുന്നു. ഉങ്ങൾക്ക് തൂക്കമാ? വാ, കണ്ണടഞ്ഞങ്ങ് പോകുന്നു. ഹുസൈൻ റാവുത്തർ വള്ളിപ്പേടകത്തിലെ ഒരു കള്ളയറ തുറന്ന് ചില ദ്രവ്യങ്ങൾ ലേശമെടുത്ത് ഹുക്കയുടെ പുകയില ഇരിക്കുന്ന കനലിലേക്കിട്ടു. ഒരു ഉന്മാദഗന്ധം പരന്നു. ശിലംബരശൻ നോക്കിയപ്പോൾ ഹുസൈൻ റാവുത്തർ ആരുമറിയാതെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. ശിലംബരശന്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വന്ന് മാഞ്ഞുപോയി. ഹുസൈൻ റാവുത്തർ ഹുക്കയുടെ കുഴലിന്റെ അഗ്രം ഗോവിന്ദന് നേരെ നീട്ടി. ഏയ് തമ്രാ, ഇതേ അനുഭവിക്കാവൂ. അയ്യോ, ഇതെന്ത് സാധനമാണ്? ഗോവിന്ദൻ അമ്പരപ്പോടെ നോക്കി. ഹുസൈൻ റാവുത്തർ ഒരു ചെറു ചിരിയോടെ അത് വലിച്ചു കാണിച്ചു. വെളിനാടുകളില് അരസർകൾ പയമ്പെടുത്തിയ പൊരുളിത്. അദ്ദേഹം ശബ്ദം താഴ്ത്തി പറഞ്ഞു. രാജാക്കന്മാർ ഉപയോഗിക്കുന്ന എന്തോ മുന്തിയ സാധനമാണ് എന്ന് കേട്ടപ്പോൾ ഗോവിന്ദന് അത് ഉപയോഗിക്കാതിരിക്കുന്നത് അഭിമാനത്തിന്റെ പ്രശ്നമായി മാറി. അയാൾ ഹുക്കയുടെ കുഴലിന്റെ അഗ്രം ഹുസൈൻ റാവുത്തറുടെ കയ്യിൽ നിന്നും വാങ്ങി വായിൽ വെച്ച് വലിച്ചു നോക്കി. അയാൾക്ക് ശക്തിയായി ചുമ വന്നു. ഹുസൈൻ റാവുത്തർ അയാളുടെ ചുമലിൽ തടവി. ഇതർക്ക് ഭയപ്പെട വേണ്ട, ശരിയാകിരിക്കും. പക്ഷേ പുക നല്ല തോതിൽ അകത്ത് ചെന്നിരുന്നു. ഹുസൈൻ റാവുത്തർ പുകയിലയോടൊപ്പം ഇട്ടിരുന്നത് എന്തൊക്കെയോ ലഹരി വസ്തുക്കളായിരുന്നതിനാൽ ഗോവിന്ദൻ അതിവേഗം ഒരു മായിക ലോകത്തായി. അയാൾ വർണ്ണപ്രപഞ്ചമുള്ള ഏതോ ലോകം സ്വപ്നം കണ്ടുകൊണ്ട് തടുക്കിൽ തളർന്ന് ചാഞ്ഞു കിടന്നു. ഹുസൈൻ റാവുത്തർ
അയാളുടെ കവിളത്ത് തട്ടി. എന്നിട്ട് ശിലംബരശനെ ഒന്ന് നോക്കി. ഹുസൈന്റെ മുഖം ഗൗരവപൂർണമായി. ശിലംബരശൻ ഹുക്ക അവിടെ നിന്നും എടുത്ത് പരിചാരകനെ ഏൽപ്പിച്ചു. ഹുസൈൻ റാവുത്തർ തന്റെ വെള്ളിപ്പേടകം തുറന്നു. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളുടെ സ്ഥാനം വിലയിരുത്തി. അപ്പോൾ രുദ്രയാമം തുടങ്ങിയിരുന്നു. വെള്ളിപ്പേടകത്തിൽ നിന്നും ഹുസൈൻ റാവുത്തർ ഒരു ചില്ലു ഭരണിയെടുത്തു. അതിൽ പച്ച നിറമുള്ള ഒരു തൈലമുണ്ട്. അത് അദ്ദേഹം ശരറാന്തലിന്റെ വെളിച്ചത്തിന് നേരെ പിടിച്ചു. സുതാര്യമായ പച്ചനിറം ഒരു മരതകരത്നത്തിൻ്റെതെന്നതുപോലെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഹരിതാഭ പരത്തി. ചിദംബര ശിവമൂലികെ, ശിലംബരശൻ ആദരവോടെ പിറുപിറുത്തു. മരണത്തെപ്പോലും ജയിക്കുന്ന നിഗൂഢ തൈലമാണത്. ചിദംബര പെരുമാളിന്റെ ശക്തിയാൽ ജീവന്റെ നിർജീവമായ പൊരുളിനെപ്പോലും ഉദ്ദീപിപ്പിക്കുന്ന അത്ഭുത എണ്ണ. ഹുസൈൻ റാവുത്തർ ആ കുഞ്ഞിന്റെ മൂർധാവിൽ 7 തുള്ളി എണ്ണ ഇറ്റിച്ചു. പിന്നെ അതിന്റെ പൊക്കിൽ ചുഴിയിൽ 7 തുള്ളി എണ്ണ തളം പോലെ നിർത്തി. തൈലക്കുപ്പി ശ്രദ്ധാപൂർവം വെള്ളിപ്പേടകത്തിന്റെ കള്ളറയിൽ തിരികെ വെച്ചിട്ട് ഹുസൈൻ റാവുത്തർ 2 കൈകളും വിടർത്തി പ്രാർത്ഥനയിൽ മുഴുകി. പതിവില്ലാത്ത വിധം ആ രാവിൽ ദൂരെ എവിടെയോ ഒരു വണ്ണാത്തിക്കിളി സന്തോഷത്തോടെ ചിലച്ചു. ചിലയ്ക്കുകയല്ല, അത് ആനന്ദത്തോടെ ഒരു പാട്ട് പാടുകയാണ്. രുദ്രയാമത്തിൽ ആ വണ്ണാത്തിക്കിളിയുടെ പാട്ട് ശ്രവിച്ച ഹുസൈൻ റാവുത്തറുടെ ചുണ്ടിൽ ചിരി വിടർന്നു. അദ്ദേഹം ജപം തുടർന്നു. പൊടുന്നനെ നിശ്ചലയായി കിടന്നിരുന്ന ആ കുഞ്ഞ് ഒന്ന് ചുമച്ചു. ബോധരഹിതയായി കിടന്ന അതിന്റെ അമ്മ ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. അവർ വിസ്മയത്തോടെ നിശബ്ദത ഭേദിച്ചു. എന്റെ കുഞ്ഞിന്റെ ശബ്ദം ഞാൻ കേട്ടു. പാതിമയക്കത്തിലായിരുന്ന ജനങ്ങളും ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. അല്ല, അതൊരു സ്വപ്നമായിരുന്നോ? ആ അമ്മ വിതുമ്പലോടെ ഹുസൈൻ റാവുത്തരെ നോക്കി. അദ്ദേഹം കണ്ണുകളടച്ചുള്ള പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പൊടുന്നനെ ഏവരെയും ഒന്നുകൂടി ഞെട്ടിച്ചുകൊണ്ട് പെൺകുട്ടി വീണ്ടും ചുമച്ചു. അത് പിന്നീട് തുടർച്ചയായി ചുമച്ചുകൊണ്ട് കൈകാലുകൾ അനക്കുകയും തല ചലിപ്പിക്കുകയും ചെയ്തു. മോളെ, ആ അമ്മ സന്തോഷാതിരേകത്തോടെ ഉറക്കെ വിളിച്ചുകൊണ്ട് കുഞ്ഞിനടുത്തേക്ക് ചെന്ന് അതിനെ കെട്ടിപ്പുണർന്നു. കുഞ്ഞ് കണ്ണുകൾ തുറന്ന് അമ്മയെ നോക്കി. അമ്മേ, കുഞ്ഞ് തളർന്ന ശബ്ദത്തിൽ ഇടർച്ചയോടെ വിളിച്ചു. ജനക്കൂട്ടമൊന്നിളകി. അവർ ആർപ്പ് വിളിച്ചു. ഹുസൈൻ റാവുത്തർ ജപത്തിൽ നിന്നും ഉണർന്നു. ഒപ്പമുണ്ടായിരുന്ന ശിലംബരശനും കലൈപ്പാണ്ടി തേവരും വിസ്മയത്തോടെ അത് കണ്ടുനിന്നു. അമ്മ കുഞ്ഞിനെ ആർത്തിയോടെ കെട്ടിപ്പുണർന്നു. എന്നിട്ട് ഒരു ഉന്മാദിനിയെപ്പോലെ തൊഴുകൈകളോടെ ഹുസൈൻ റാവുത്തരുടെ കാൽക്കൽ വീണു. ദൈവമാണ്, അങ്ങ് ദൈവമാണ്, അവർ വിതുമ്പലോടെ പറഞ്ഞു. ഹുസൈൻ റാവുത്തർ എഴുന്നേറ്റ് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഛേ, അപ്പടി എതും സൊല്ലാതെ, നാം കടവുളില്ലേ? ആ സ്ത്രീ അദ്ദേഹത്തിന്റെ മുന്നിൽ തൊഴുകൈയോടെ നിന്ന് കരഞ്ഞു. ഹുസൈൻ റാവുത്തർ എഴുന്നേറ്റിരിക്കുന്ന കുഞ്ഞിന്റെ മൂർധാവിൽ തലോടി. മകളെ, അദ്ദേഹം അവളെ പുണർന്നു. ഉനക്ക് ഇപ്പോ അത് ഉടമ്പ് ശരിയില്ലയാ? അവൾ മോളി. അദ്ദേഹം കുഞ്ഞിന്റെ അമ്മയോട് പറഞ്ഞു, இந்த குழந்தைக்கு செவாலையுடன் தயிர் பால் கொடுங்க. ശരി. അവരദ്ദേഹത്തെ താണു തൊഴുതു. കുഞ്ഞിനെയും കൊണ്ട് പതിയെ പടികളിറങ്ങി. ജനക്കൂട്ടം അത്യാദരവോടെ ഹുസൈൻ റാവുത്തരെ നോക്കി. അതിൽ സത്യവ്രതന്റെ ആളുകളുമുണ്ടായിരുന്നു. അവർ അയാളെ വിവരമറിയിക്കാനോടി. ഹുക്കയുടെ ലഹരി പിടിച്ച് മയങ്ങിക്കിടക്കുകയായിരുന്ന ഗോവിന്ദൻ ചാടിയെഴുന്നേറ്റു. അയാൾ എന്തോ പുലമ്പിക്കൊണ്ട് ഹുസൈൻ റാവുത്തരുടെ അടുത്തേക്ക് വന്നു. ദൂരേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അയാൾ ആഹ്ലാദത്തോടെ പറഞ്ഞു, അതാ സ്വർണ്ണത്താഴികക്കുടങ്ങളുള്ള ദന്തഗോപുരങ്ങൾ, പല നിറങ്ങളിലുള്ള നക്ഷത്രങ്ങൾ താണിറങ്ങി വന്നിരിക്കുന്നു. നിങ്ങളിതൊന്നും കാണുന്നില്ലേ രാജാവേ? അയാളുടെ പുലമ്പൽ കേട്ട് ചിരിയോടെ ശിലംബരശൻ ഹുസൈൻ റാവുത്തരെ നോക്കി. അദ്ദേഹം വെള്ളിച്ചെല്ലത്തിൽ നിന്നും ഒരു വെറ്റിലയെടുത്ത് അതിലെന്തോ തേച്ചു പിടിപ്പിച്ചിട്ട് ഗോവിന്ദനോട് പറഞ്ഞു, ഇതൊന്ന് വായിലിട്ട് ചവച്ചു. ഗോവിന്ദൻ ചുരുട്ടിമടക്കിയ വെറ്റില വായിലിട്ട് ചവച്ചു. അതിനോടകം മണ്ഡപത്തിൽ നിന്നും ജനക്കൂട്ടം ഒഴിഞ്ഞിരുന്നു. ഹുസൈൻ റാവുത്തറും സംഘവും ശരറാന്തലുകൾ അഴിച്ചെടുത്ത് അവരുടെ താവളത്തിലേക്ക് നടന്നു. ഏതാനും വിനാഴികകൾ കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് സ്വബോധം തിരികെ കിട്ടി. അപ്പോഴേക്കും കിഴക്കേ മാനം ചുവന്നിരുന്നു.
സൂര്യൻ ഉദിക്കാറായിരിക്കുന്നു. അയാൾ നോക്കിയപ്പോൾ മണ്ഡപത്തിൽ അയാളുടെ ഏതാനും അനുയായികളല്ലാതെ വേറെ ആരെയും കണ്ടില്ല. ഗോവിന്ദൻ ശബ്ദമുയർത്തി, ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ? ആ കുഞ്ഞു ചത്തോടാ, ശവം കുഴിച്ചിടാൻ കൊണ്ടുപോയി അല്ലേ? അയാൾ ചിരിച്ചു. അല്ല അമ്പ്രാ. പിന്നെ? ഗോവിന്ദന്റെ പുരികങ്ങൾ ഉദ്വേഗത്തോടെ ഉയർന്നു. ആ കുഞ്ഞ് രുദ്രയാമം കഴിയുന്നതിന് മുമ്പേ ജീവിച്ചു, അത് എഴുന്നേറ്റു. ഗോവിന്ദന്റെ ഉറ്റ അനുയായിയായ കോടങ്കിൽ രാമന്റെ ശബ്ദത്തിൽ നിരാശ പുരണ്ടിരുന്നു. ഏയ്, അപ്പൊ ഞാൻ അവിടെ എന്തെടുക്കുകയായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. ഗോവിന്ദൻ കൈകൾ ദേഷ്യത്തിൽ കൂട്ടിത്തിരുമി. തമ്പ്രാ, ആ തമിഴന്മാരുടെ കുഴൽ വാങ്ങി വലിച്ചില്ലായിരുന്നോ? അതാ പറ്റിയത്. ആ, അതൊരു സുഖമായിരുന്നു. പിന്നെ തിരുമേനി ഇതറിഞ്ഞായിരുന്നോ? അറിയിക്കാൻ ആള് പോയിട്ടുണ്ട്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ആ കൊച്ചു ചത്തിരുന്നു, എനിക്ക് ഉറപ്പാണ്. ഇനി എനിക്ക് തെറ്റിയാലും തിരുമേനിക്ക് തെറ്റില്ലല്ലോ. തിരുമേനിയും പറഞ്ഞല്ലോ കുഞ്ഞു ചത്തെന്ന്. ഗോവിന്ദൻ ആലോചനയിലാണ്ടു. ആ തമിഴൻ മേത്തൻ ഏതാണ്ട് മന്ത്രവാദം ചെയ്ത് കൊച്ചിനെ ജീവിപ്പിച്ചതാണ്. ഞാൻ കണ്ടതാണ്, രാമൻ അടക്കത്തിൽ പറഞ്ഞു. ശരിയാ, ഞങ്ങളും കണ്ടതാണ്. മറ്റനുയായികളും അത് ശരിവെച്ചു. ചത്ത കൊച്ചിനെ ജീവിപ്പിക്കാൻ പറ്റുന്ന മന്ത്രവാദമുണ്ടോ? അങ്ങനെയൊന്നും പറ്റില്ല. അത് തിരുമേനിക്ക് അറിയില്ല, ഗോവിന്ദൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ രാമന് തന്റെ നാക്കിനെ അടക്കാനായില്ല. തിരുമേനിക്ക് അറിയില്ലെന്ന് വെച്ച് അറിയാവുന്നവരുണ്ടെങ്കിലോ? അത് കേട്ട് ഗോവിന്ദൻ രാമനെ ഒന്ന് തറപ്പിച്ചു നോക്കി. രാമൻ ചുരുണ്ടുപോയി. പിന്നെ അയാൾ ഒരക്ഷരം മിണ്ടിയില്ല. മറ്റൊരു സഹായി പറഞ്ഞു, പക്ഷേ നെടുമ്പാല ഗ്രാമക്കാർക്ക് ഇപ്പോ അയാൾ ഒരു ദിവ്യനാ. ചിലപ്പോ അയാൾ ഈ നാട്ടുകാരുടെ ദൈവവുമായേക്കും. ആ കൊച്ചിന്റെ തള്ള അയാളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് തൊഴുവായിരുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുമായിരുന്നു അയാളുടെ മന്ത്രവാദം കണ്ടിട്ട്. അത് കേട്ടതോടെ നിൽക്കക്കള്ളിയില്ലാതെ തോളിൽ കിടന്ന രണ്ടാം മുണ്ട് കയ്യിലെടുത്ത് ആയത്തിൽ വീശിക്കൊണ്ട് കോപത്തോടെ സത്യവ്രതൻ നമ്പൂതിരിയുടെ അടുത്തേക്ക് അതിവേഗം നടന്നു. അനുയായികൾ പിന്നാലെയും. വിവരം ഞാൻ അറിഞ്ഞിരുന്നു ഗോവിന്ദ. ഇലഞ്ഞിക്കുറിശി മനയിലെ നടുത്തളത്തിൽ തൂക്കിയ കരിവീട്ടിയിൽ ചിത്രപ്പണികൾ ചെയ്ത സപ്രമഞ്ചക്കട്ടിലിരുന്ന് മെല്ലെ ആടിക്കൊണ്ട് സത്യവ്രതൻ നമ്പൂതിരി സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്ന പിച്ചളച്ചെല്ലം തുറന്ന് വെറ്റിലയിടത്ത് ചുണ്ണാമ്പു തേച്ചു. അയാൾ അതീവ ശാന്തനായിരുന്നു. രണ്ടാം മുണ്ട് കക്ഷത്തിൽ തിരുകി ഗോവിന്ദൻ നടുത്തളത്തിനരികെ നിന്നു. സത്യവ്രതൻ നമ്പൂതിരി സ്വസ്ഥതയോടെ ഇരിക്കുന്നത് കണ്ട് ഗോവിന്ദന് അത്ഭുതമായി. തിരുമേനിക്ക് ആ തമിഴൻ മേത്തനോട് ദേഷ്യമൊന്നുമില്ലേ? ഗോവിന്ദൻ ചോദിച്ചു. എന്തിന്? അയാളെ ദിവ്യനെന്നാ ഇപ്പൊ നെടുമ്പാലയിലെ ജനങ്ങൾ വിളിക്കുന്നത്. അപ്പോ തിരുമേനി ആരായി? ഗോവിന്ദൻ എരിവ് കയറ്റാൻ നോക്കി. സത്യവ്രതൻ ചിരിച്ചു. ദിവ്യനോ? അയാളോ? അതും പറഞ്ഞ് സത്യവ്രതൻ മുറുക്കാൻ വായിലിട്ട് ചവച്ചു. എന്നിട്ട് തുടർന്നു, അയാൾ ദിവ്യനും അല്ല, മന്ത്രവാദിയുമല്ല, വെറും മാജിക്കുകാരനാ. മഹേന്ദ്രജാലമാ അയാൾ കാണിച്ചത്. അതെങ്ങനാ തിരുമേനി? ഗോവിന്ദൻ അതെത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. സത്യവ്രതൻ വിശദീകരിച്ചു. ആ കൊച്ചു മരിച്ചിട്ടില്ലായിരുന്നു. ഈ നാട്ടുകാരുടെ മുന്നിൽ ആളാകാനും പ്രീതി പിടിച്ചു പറ്റാനും വേണ്ടി അയാൾ ഒരു സൂത്രം കാണിച്ചതാ. അതാണ് മഹേന്ദ്രജാലം. കൊച്ചു ചത്തെന്ന് വരുത്തുക, അതൊരു കൺകെട്ടാണ്. പിന്നെ പറഞ്ഞ സമയം വന്നപ്പോ കൺകെട്ടഴിച്ചു. കൊച്ചു ജീവിച്ചു വന്നതുപോലെ തോന്നിപ്പിച്ചു, അത്രേ ഉള്ളൂ. സത്യവ്രതൻ അതീവ ശാന്തനായി അത് വിശദീകരിച്ചപ്പോൾ ഗോവിന്ദന്റെ ശ്വാസം നേരെ വീണു. അയാൾ പറഞ്ഞു, എന്നാലും തിരുമേനി, ഇത് നെടുമ്പാല ഗ്രാമത്തിലെ ജനങ്ങൾക്കറിയില്ല. അവൻ ദിവ്യനാണെന്നാ ഇപ്പൊ നമ്മുടെ ആളുകൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ആളുകൾ? നമ്മുടെ നെടുമ്പാല ഗ്രാമക്കാര്? അവര് വിശ്വസിക്കുന്നത് നാം പറയുന്നതാ. അവരെല്ലാവരും നമ്മുടെ പണിയാളുകളാ. അവരെ സത്യം പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ചുമതല ഗോവിന്ദനാണ്, സത്യവ്രതൻ ആജ്ഞാപിച്ചു. ഗോവിന്ദൻ തലയാട്ടി. സത്യവ്രതൻ തലചരിച്ചു ഗോവിന്ദനെ നോക്കി. എന്നിട്ട് പകയോടെ പറഞ്ഞു, ആ തമിഴ് വർത്തക സംഘം ഈ നാട്ടിൽ ഇനി വേണോ വേണ്ടയോ എന്ന് നോം തീരുമാനിക്കും. ആ തലപ്പാവുകാരനോട് എന്നെ വന്ന് കാണാൻ പറയാ.
വേണ്ടത് ഞാൻ കൊടുത്തോളാം അവന്. അയാളുടെ ദന്തങ്ങൾ കാലുഷ്യം കൊണ്ട് ഞെരിഞ്ഞമർന്നു. ഗോവിന്ദൻ ആ മുഖത്തേക്ക് ഭീതിയോടെ നോക്കി.